ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വന്നത് ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി സീരീസിന്റെ സീസൺ 4 അഥവാ ഹാസ്ട്ര ട്രെയിനിങ് ആർക്കിന്റെ എപ്പിസോഡ് നമ്പർ 1 ആണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. സോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിന് തുടക്കം തന്നെ വളരെയധികം പേടിപ്പെടുത്തുന്ന ഒരു കൊട്ടാരമാണ് കാണിക്കുന്നത്. അങ്ങോട്ടാണ് നമ്മുടെ സാനിമി അതുപോലെ തന്നെ ഒബനായി രണ്ട് ഡീമൺ സ്ലെയേഴ്സ് വന്നിരിക്കുന്നത്. എനിക്ക് ഉറപ്പാണോ അവരെ ഇവിടെ തന്നെയാണോ കൊണ്ടുവന്നത് എന്ന് ഒബനായി ഒരു ഡീമൺ സ്ലെയറോട് ചോദിക്കുകയാണ്. ദിവസം ഒരു ഡീമൻ ആണെങ്കിൽ ഒരു പെണ്ണിനെയും കൊണ്ട് ഈ കൊട്ടാരത്തിന്റെ അതിലോട്ട് കയറി പോയിട്ടുണ്ടായിരുന്നു. അവരെ ഫോളോ ചെയ്ത് ആ ഡീമൺ സ്ലെയർ കയറി നോക്കുന്ന സമയത്ത് ആ കൊട്ടാരത്തിന്റെ അകത്ത് വേറെ ഒന്നുമില്ലായിരുന്നു. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് അവരൊരു കാഴ്ച കാണുന്നത്. വീണ്ടും ഒരു ഡീമൻ ഒരു പെണ്ണിനെ തൂക്കിക്കൊണ്ടുപോകുന്നു. കണ്ടുടനെ തന്നെ അവർ 4 പേരും അവിടെ നിന്ന് ഓടി ആ ഡീമന്റെ അടുത്തോട്ട് പോകാൻ പോവുകയാണ്. എന്നാൽ ഇതേ സമയം തന്നെ ആ ഡീമൺ സ്ലേഴ്സ് പുറകെ വരുന്നതെന്ന് അറിഞ്ഞ് ആ ഡീമൻ പറയുകയാണ്, ഞാൻ ഇന്നലെ ആ ഡീമൺ സ്ലേഴ്സിനെ കൊല്ലേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ് ആ ഡീമൻ കൊട്ടാരത്തിനകത്തിലേക്ക് കയറി പോവുകയാണ്. അവർ 4 പേരും അവരെ ഫോളോ ചെയ്ത് തന്നെ കയറി പോകുന്നുണ്ട്. നോക്കുന്ന സമയത്ത് അവരെ ചുറ്റും ഒരുപാടധികം ഡീമൻസ് നിൽക്കുന്ന സമയത്ത് ഒരു ഡീമൺ സ്ലെയറിനെ മണ്ടക്കോട്ടെ എടാ ഭയങ്കര സ്പീഡിൽ ഒരു ഡീമൻ ചാടി വീഴുന്നു. എന്നാൽ ഇത് കണ്ട ഒബനായി അവനെ അങ്ങ് കൊല്ലുകയാണ്. കണ്ട ബാക്കിയുള്ള ഡീമൻസ് എല്ലാം കൂട്ടമായിട്ട് വരികയാണ്. പിന്നെ നടക്കുന്നത് ഒരു കിഡിലൻ ഫൈറ്റ് തന്നെയാണ്. നമ്മുടെ സാനിമി ഒബനായി പിന്നെ ആ ഡീമൺ സ്ലേഴ്സും എല്ലാം ആ ഡീമൻസിനെയൊക്കെ കൊല്ലുകയാണ്. വളരെയധികം സ്പീഡിൽ തന്നെ ആ ഡീമൻസിനെ എല്ലാവരെയും അവർ 4 പേരും കൂടി കൊല്ലുകയാണ്. ഇതേ സമയം തന്നെ ഒബനായി പറയുകയാണ്, ഇനി നിങ്ങൾ 2 പേരും ഇവിടുന്ന് പൊക്കോ, ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. അങ്ങനെ ഡീമൺ സ്ലേഴ്സ് പോയി കഴിഞ്ഞിട്ട് നമ്മുടെ ഒബനായി സാനിമിയോട് പറയുകയാണ്, ഇവിടെ നടക്കുന്നത് എന്തോ ഒരു കാര്യം ശരിയല്ല, ഇത്ര ഡീമൻസിനൊന്നും ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലെന്ന്. ഇതൊക്കെ കേട്ടാ സാനിമിയും പറയുകയാണ്, ശരിയാണ് ഞാനും ഇതിനു മുമ്പ് ഇങ്ങനെ കണ്ടിട്ടില്ല. ഇങ്ങനെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ആ ഡീമൻ പിടിച്ചുകൊണ്ട് പോയ ആ പെണ്ണിന്റെ സൗണ്ട് കേൾക്കുന്നത്. ഇത് കേട്ടുടനെ തന്നെ നമ്മുടെ സെനമിയാണെങ്കിൽ മേളിലോട്ട് അങ്ങ് ചാടുകയാണ്. നോക്കുന്ന സമയത്ത് അവിടെ ഒരു ലോഡ് ഡീമൻസ് നിൽക്കുകയാണ്. ഈ ഡീമൻസിനെ കണ്ടുടനെ തന്നെ നമ്മുടെ സെനമിയാണെങ്കിൽ ബ്രീത്തിങ് സെക്കൻഡ് ഫോം എന്ന് പറഞ്ഞിട്ട് ആ ഡീമൻസിനെയൊക്കെ അങ്ങ് ഇല്ലാതാക്കി കളയുകയാണ്. എന്നാൽ മറിഞ്ഞിരുന്ന ഡീമൻസ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ സാനിമയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരികയാണ്. എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ സാനിമയുടെ പുറകിൽ നിന്ന് ഒബനായി ചാടി വരികയാണ്. സർപ്പർ ബ്രീത്തിങ് 5th ഫോം എന്ന് പറഞ്ഞ ആ ഡീമൻസിനെ എല്ലാത്തിനെയും കൊല്ലുകയാണ്. അത് വളരെ അടുത്തായിരുന്നെന്ന് നമ്മുടെ ഒബനായി പറയുകയാണ്, നിന്നോട് ആരാടാ പറഞ്ഞേ എന്നെ രക്ഷിക്കാനെന്ന് നമ്മുടെ സാനിമി. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ആ ഡീമന് മനസ്സിലാവുകയാണ്, ഇവർ സാധാരണ ഡീമൺ സ്ലേഴ്സ് ഒന്നുമില്ല, ഇവരാണ് പവർഫുൾ ആയിട്ടുള്ള ഹാഷറാസ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ആ ഡീമൻ ഓടിപ്പോകുന്നത് കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ജനമി പറയുകയാണ്, ഹേ ഡീമൻ, നിന്റെ കയ്യിലിരിക്കുന്ന ആ പെണ്ണിനെ അതുപോലെ തന്നെ നിന്റെ തല ഇവിടെ വെച്ചിട്ട് പോയാൽ മതി, അല്ലെങ്കിൽ നിന്റെ തല ഞാനിങ്ങനെ എടുക്കുമെന്ന് പറയട്ടെ നമ്മുടെ സെനമി ആ ഡീമൻ്റെ അടുത്തോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. എന്നാൽ വേറെ കുറേ ഡീമൻസ് വന്നിട്ട് നമ്മുടെ സെനമി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ നമ്മുടെ സെനമി ആരാമോൻ എല്ലാ ഡീമൻസിനെ വളരെ ഈസി ആയിട്ട് തന്നെ കൊല്ലുകയാണ്. എന്നാൽ കുറച്ച് സമയം കിട്ടിയ ആ ഡീമനാണെങ്കിൽ അതിന്റെ മണ്ടയ്ക്ക് ഒന്ന് താരോട്ട് ചാടുകയാണ്. എന്നാൽ നമ്മുടെ സാനിമിയും ഒബനായും അവന്റെ പുറകെ തന്നെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ റൂഫ് ടോപ്പിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെയും ഒരുപാടധികം ഡീമൻസ്. ഈ ഡീമൻസ് ഒക്കെ എവിടെ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞ് ആലോചിച്ചിരിക്കുവാണ് അവർ 2 പേരും. ആ പെണ്ണിനെ പോയി രക്ഷിക്കുക, ഇവരുടെ കാര്യമൊക്കെ ഞാൻ നോക്കിയോളാമെന്ന് ഒബനായി പറയുകയാണ്. 4th ഫോം എന്ന് പറഞ്ഞ് നമ്മുടെ ഒബനായി ആണെങ്കിൽ അവളുള്ള എല്ലാ ഡീമൻസിനെ അങ്ങ് കൊല്ലുകയാണ്. ആ ഡീമനെ ഫോളോ ചെയ്ത് പോയാൽ നമ്മുടെ സെനമിനെയാണ് പിന്നെ കാണിക്കുന്നത്. നമ്മുടെ സെനമി ആ ഡീമന്റെ പുറകെ പോയി ഏതോ ഒരു സ്ഥലത്ത് എത്തുന്നു. അവിടെ വെച്ച് നമ്മുടെ സെനമി ആ ഡീമനോട് ചോദിക്കുവാണ്, നീ എന്താണ് വിചാരിച്ചത് ഈ സാധാരണ ഡീമനെയൊക്കെ വിട്ടാ ഞങ്ങളെ അങ്ങ് തോപ്പിക്കാൻ പറ്റുമെന്നു? ഇവിടെ വെച്ച് നിന്റെ തോൽവി അങ്ങ് സമ്മതിച്ചിരിക്ക്, നിനക്ക് അർഹിക്കുന്ന മരണം ഞാൻ തരാമെന്ന് നമ്മുടെ സെനമി പറയുകയാണ്. നോക്കുന്ന സമയത്ത് വീണ്ടും എടാ കുറെ ഡീമൻസ് നമ്മുടെ സെനമിയുടെ അടുത്തോട്ട് വരുന്നു. വിൻഡ് ബ്രീത്തിങ് 4th ഫോം എന്ന് പറഞ്ഞിട്ട് ആ ഡീമൻസിനെയൊക്കെ അങ്ങ് ഇല്ലാതാക്കി കളയുവാണ് നമ്മുടെ സെനമി. നോക്കുന്ന സമയത്ത് ആ ഡീമൻസിന്റെ ചോരമര തന്നെ അവിടെ ഉണ്ടാകുന്നു. ഇതേ സമയം തന്നെ ആ ഡീമൻ ചോദിക്കുവാണ്, നീ ഈ ലേഡിയല്ലേ ഫോളോ ചെയ്ത് വന്നേ, എന്നാ ഇവളെ എടുത്തോന്ന് പറഞ്ഞിട്ട് അതിന്റെ മണ്ടയ്ക്കൊന്ന് താരോട്ട് എടുക്കും. അങ്ങനെ അവിടെ നിന്ന് കയറി വന്നുകൊണ്ടിരുന്ന ഒബനായാണെങ്കിൽ ആ പെണ്ണിനെ അങ്ങ് രക്ഷിക്കുകയാണ്. എന്നാൽ ഇതേ സമയം തന്നെ ആ ഡീമൻ ആ ടെമ്പിളിന്റെ അതിലോട്ട് ചാടുകയാണ്. ഇവർ 2 പേരും ഫോളോ ചെയ്ത് അവരും ആ ടെമ്പിളിന്റെ അതിലോട്ട് ചാടുകയാണ്. നോക്കുന്ന സമയത്ത് വളരെയധികം വിചിത്രമായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് അവരിപ്പോൾ എത്തിയിരിക്കുന്നത്. 2 പേർക്കും ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ഒന്നും മനസ്സിലാകുന്നില്ല. ഇത് ഏതാണ് സ്ഥലം എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് അവർ 2 പേരും. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്നെ കൊന്നിട്ട് ഇവിടുന്ന് പോത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാനിമി പെട്ടെന്ന് ആ ഡീമന്റെ അടുത്തോട്ട് ചാടുകയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ ആ സ്ഥലമൊക്കെ അങ്ങ് മാഞ്ഞു പോവുകയാണ്. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവാത്തെ ആ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ട് ഇവിടെ എന്താണ് നടക്കുന്നത്, എനിക്കറിയത്തില്ല ഇവിടെ എന്താണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയം മറ്റൊരു സ്ഥലത്ത് മിഷനൊക്കെ കംപ്ലീറ്റ് വരുന്ന നമ്മുടെ കാനോനെയാണ് കാണിക്കുന്നത്. അവളാണെങ്കിൽ ബട്ടർഫ്ലൈ ഹൗസിലേക്ക് വരുമ്പോൾ അവിടുത്തെ 3 കുട്ടികളും അവരെ ക്ഷണിക്കുകയാണ്. ഉടനെ തന്നെ അവളാണെങ്കിൽ ഷിരിബുവിനെ കാണാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ഷിരിബു അവളോട് പറയുകയാണ്, സോൾ സ്മിത്ത് വില്ലേജിൽ വെച്ച് നമുക്ക് 2 ഡീമൻസിനെ ഇല്ലാതാക്കാൻ സാധിച്ചു. സോ നമ്മൾ അതിന് നന്ദി പറയേണ്ടത് നമ്മുടെ താൻജിറോയോടും അതുപോലെ തന്നെ നമ്മുടെ മിറ്റ്സൂരിയോടും അതുപോലെ തന്നെ നമ്മുടെ മുയിച്ചിറോയോടും ആണെന്ന്. പിന്നെ ബാക്കിയുള്ള കുറച്ച് പേരോടും. അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം, ഇപ്പോൾ നെസ്കോയ്ക്കാണെങ്കിൽ സൂര്യവട്ടത്തൂടെ നടക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മൂസാൻ എപ്പോൾ വേണമെങ്കിലും ഇവളെ കൊണ്ടുപോകാൻ വേണ്ടി വരും. എന്തു വില കൊടുത്തിട്ടും നമ്മുടെ നെസ്കോനെ മൂസാൻ കൊണ്ടുപോകും. അതാണ് എൻ്റെ പേടി. അതുമാത്രമല്ല ഇപ്പം നീ അവളെ നോക്കിക്കോണം, ഞാനിപ്പം
ഹാസ്ട്ര മീറ്റിങ്ങിന് വേണ്ടി പോകാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷിനുബു പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ താൻജറോനെയും ഗോട്ടോനെയാണ്. നമ്മുടെ താൻജറോ ചോദിക്കുവാണ് അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. നമ്മുടെ ഗോട്ടോ പറയുകയാണ് അവർക്ക് കുഴപ്പമൊന്നുമില്ല, അവരവരുടെ വില്ലേജൊക്കെ ശരിയായിക്കൊണ്ടിരിക്കുവാണ്. അതുമാത്രമല്ല ആ ഡീമൻ്റെ അറ്റാക്ക് കഴിഞ്ഞാൽ പിന്നെ അവരുടെ വില്ലേജിലോട്ട് വേറെ ഡീമൻസ് ഒന്നും അറ്റാക്ക് ചെയ്തിട്ടില്ല. അഥവാ അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ ഒന്നും കുഴപ്പമൊന്നുമില്ല, അവർക്ക് ആളുകളില്ലാത്ത ഒരുപാടധികം വില്ലേജ് വേറെ ഉണ്ടെന്ന് നമ്മുടെ ഗോട്ടോ പറയുകയാണ്. അതൊക്കെ പോട്ട് നിനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, ഈ 7 ദിവസത്തിന് ശേഷമാണ് ഇങ്ങനെ നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കുന്നതെന്ന്. ഇതേ സമയം തന്നെ നമ്മുടെ താൻജറോ പറയുകയാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്നോട് മിത്സൂരിയാണ് പറഞ്ഞത് നല്ലപോലെ ഫുഡ് കഴിച്ചാൽ മാത്രമേ എനിക്ക് നല്ല രീതിയിൽ പവർഫുൾ ആവാൻ സാധിക്കത്തുള്ളൂ. പിന്നെ ഗോട്ടോ മനസ്സിൽ ചിന്തിക്കുകയാണ് അത് ശരിയാണ്, ഓരോ ദിവസം കഴിയുമ്പോഴും നീ അവനെ അത്രയും പവർഫുൾ ആകുകയാണ്. 7 ദിവസം കഴിഞ്ഞിട്ടാണ് നിനക്ക് ബോധം വന്നത്. എന്നാൽ നമ്മുടെ മിത്സൂരിക്കും അതുപോലെ തന്നെ മുയിച്ചിറോയ്ക്കും 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ബോധം വന്നു എന്ന് പറയുകയാണ്. ഇതൊക്കെ കേട്ടാ നമ്മുടെ താൻജറോ പറയാണ് അത് നല്ല കാര്യമല്ലോ. ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി, ഇപ്പൊ നിന്റെ അനിയത്തിക്ക് സൂര്യവട്ടത്തൂടെ നടക്കാൻ സാധിക്കുമല്ലേ? ഇതൊക്കെ കേട്ടാ നമ്മുടെ താൻജറോ പറയുകയാണ് അതെങ്ങനെയാണെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല, പക്ഷെ അവൾക്ക് ഇപ്പോൾ സൂര്യവട്ടത്തൂടെ നടക്കാൻ പറ്റും. അവളിനി തിരിച്ച് മനുഷ്യരാകുവാണോ അതോ പൂർണ്ണമായിട്ട് ഒരു ഡീമൻ ആകുവാണോ എന്നൊന്നും അറിയത്തില്ല. അതുമാത്രമല്ല ഇവൾ എന്താണ് മനുഷ്യരെ ആക്രമിക്കാത്തെന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾ കുറച്ച് റിസർച്ചൊക്കെ ചെയ്ത് നോക്കിയതാണ്, പക്ഷെ അതൊന്നും നടന്നില്ല. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ലേഡി ഷിനുബു ആണോ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ ചോദിക്കുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ താൻജറോ പറയാണ് ഷിനുബു അല്ല, എനിക്ക് ലേഡി തമായോ ആണ് പറഞ്ഞു തന്നെ. ലേഡി തമായോ അതാരാണെന്ന് പറയുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ താൻജറോ അത് ചുമച്ചിട്ട് ആ വിഷയം തന്നെ മാറ്റുവാണ്. കാരണം എന്ന് വെച്ചാൽ ലേഡി തമായോ ഒരു ഡീമനാണ്, അതുകൊണ്ട് തന്നെ അവരെ കുറിച്ചൊന്നും ഇവിടെ പറയാൻ സാധിക്കത്തില്ലെന്ന് പറയുകയാണ്. സൂര്യവട്ടത്തൂടെ നടക്കാവുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ തന്നെ ഒരു ഹാസ്ര മീറ്റിംഗ് തന്നെ നടക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ഹാസ്രാസ് എല്ലാം കൂടെ മീറ്റിങ്ങിന് വേണ്ടി ഇരിക്കുന്നതാണ്. എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ ജനമി മിത്സൂരിയോട് ചോദിക്കുവാണ് എങ്ങനെ ഉണ്ടായിരുന്നു ആ അപ്പർ മൂണുമായിട്ടുള്ള ഫൈറ്റ്. നല്ല ഫൈറ്റ് തന്നെയായിരുന്നു, ഞങ്ങളുടെ ഫുൾ പവർ അതിൽ കൊടുക്കേണ്ടി വന്നു എന്ന് പറയുകയാണ്. നമ്മുടെ മുയിച്ചിറോട് ചോദിക്കുവാണ് ശരിയല്ലേ മുയിച്ചിറോ? നമ്മുടെ മുയിച്ചിറോ പറയാണ് ശരിയാണെന്ന്. ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിന് എനിക്കും ഒരു അപ്പർ മൂണിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യണമെന്ന് പറയുകയാണ് നമ്മുടെ ജനമി. എന്നാൽ ഇതൊക്കെ കേട്ടാ നമ്മുടെ ഒബനായി ചോദിക്കുവാണ് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ആ ഫൈറ്റിന് ശേഷം? ഇതേ സമയം തന്നെ മിത്സൂരി പറയുകയാണ് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ ഫുൾ ഹെൽത്തി ആണ്. എന്തിനാ എന്നെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നത്? എനിക്ക് തോന്നുന്നു ഇവൻ എന്നെയും ഇഷ്ടമായിരിക്കുമെന്ന് വിചാരിച്ചിരിക്കുവാണ് നമ്മുടെ മിത്സൂരി. വലിയ പ്രശ്നങ്ങളൊന്നും എനിക്കില്ല, എന്നാലും എനിക്ക് 100% ഒന്നും റിക്കവർ ആയിട്ടില്ലെന്ന് നമ്മുടെ മുയിച്ചിറോ അവരോട് പറയുകയാണ്. ഇതൊക്കെ കേട്ടാ നമ്മുടെ സ്റ്റോൺ ഹാഷറ പറയുകയാണ് ഇനിയും ഒരു ഹാഷറനെ കൂടെ നഷ്ടപ്പെട്ടായിരുന്നെങ്കിൽ അതൊരു വലിയ പ്രശ്നം തന്നെയായിരുന്നേനെ. പക്ഷെ നിങ്ങളാണെങ്കിൽ 2 അപ്പർ മൂൺ ഡീമൻസിനെയാണ് കൊന്നിട്ട് വന്നിട്ടിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അതൊരു വലിയ കാര്യമാണെന്ന് പറയുകയാണ് നമ്മുടെ സ്റ്റോൺ ഹാഷർ. എന്നാൽ ഇതേ സമയം തന്നെ മാസ്റ്ററിന്റെ ഭാര്യയായിട്ടുള്ള അമാനു അങ്ങോട്ട് വരുന്നത് എനിക്ക് വേണ്ടി ഇത്ര നേരം കാത്തിരുന്നതിന് നന്ദിയെന്ന് അവർ പറയുകയാണ്. മുതൽ മാസ്റ്ററിന് പകരം മീറ്റിംഗ് ഒക്കെ നടത്താൻ പോകുന്നത് ഞാനായിരിക്കും. മാസ്റ്ററിന്റെ ആരോഗ്യനില വളരെയധികം ഗുരുതരമാണ്, അതുകൊണ്ട് തന്നെ മാസ്റ്ററിന് ഇനി ഒരിക്കലും നിങ്ങളെ കാണാൻ സാധിക്കത്തില്ല, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് തല കുനിച്ച് കാണിക്കുവാണ്. എല്ലാവരും ഇത് കണ്ട് അവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ സ്റ്റോൺ ഹാഷർ പറയുകയാണ് ലേഡിയമായ ഞങ്ങൾക്ക് അതൊക്കെ മനസ്സിലായി, ഞാൻ നമ്മുടെ മാസ്റ്ററിന്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയുകയാണ്. എന്നിട്ട് ലേഡിയമായ പറയുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു ഇപ്പം നമ്മുടെ കൂടെ ഉള്ള ഒരു ഡീമൻ ആണെങ്കിൽ സൂര്യവട്ടത്തൂടെ നടക്കാൻ സാധിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇപ്പം മൂസാനാണെങ്കിൽ ആ ഡീമനെ എന്ത് വില കൊടുക്കും പിടിക്കാൻ വരും. കാരണം അവൻ്റെ ആഗ്രഹവും അവൻ ഈ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും അവനും സൂര്യവട്ടത്തൂടെ നടക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ വലിയൊരു യുദ്ധം തന്നെ ഉണ്ടാകുമെന്ന് പറയുകയാണ് ലേഡിയമ്മ. അത് മാത്രമല്ല ഞാൻ വേറൊരു കാര്യം കൂടെ അറിഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ഫൈറ്റിലാണെങ്കിൽ നമ്മുടെ മുയിച്ചിറോയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ മിത്സൂരിക്കും എന്തോ തരത്തിലുള്ള ഒരു മാർക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താന്ന് പറഞ്ഞാൽ സെങ്കോക്കോ പീരീഡ് അഥവാ മൂസാനെ കൊല്ലാറായിട്ടുള്ള പീരീഡ്. അതാത്തെ സമയത്താണ് ഈ ഷോട്ട്സ്മാൻസ് ഒക്കെ ബ്രീത്തിങ് സ്റ്റൈലൊക്കെ കണ്ടുപിടിക്കാൻ തുടങ്ങിയത്. എല്ലാവർക്കും ഏകദേശം ഇങ്ങനത്തെ ഒരു മാർക്കിംഗ് ഉണ്ട്. ഇതൊക്കെ കേട്ട് നമ്മുടെ ജനമി ചോദിക്കുകയാണ് ഇങ്ങനത്തെ ഒരു കാര്യത്തിനെ കുറിച്ച് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, അത് മാത്രമല്ല ഈ കാര്യങ്ങളൊക്കെ എന്തിനാണ് നിങ്ങൾ സീക്രട്ടായിട്ട് വെച്ചിട്ടുള്ളത്? ഇതേ സമയം തന്നെ ലേഡി പറയുകയാണ് ഈ കാര്യങ്ങളൊന്നും സീക്രട്ടായിട്ട് വെച്ചതല്ല, ഈ പിന്നെ വന്ന ഡീമൺ സ്ലേയേഴ്സ് ഒന്നും ഇങ്ങനത്തെ മാർക്കിംഗ് ഒന്നും വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇത് ആരും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലെന്ന് പറയുകയാണ് നമ്മുടെ ലേഡി. മാർക്കിങ്ങിനെ കുറിച്ചുള്ള വലിയ ഇൻഫർമേഷൻ ഒന്നും നമ്മുടെ കയ്യിലില്ല, വളരെയധികം കുറച്ച് മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല ഈ മാർക്കിങ് ഒരാൾക്ക് വന്നാൽ ആ ആളുടെ ചുറ്റുമുള്ള ബാക്കി എല്ലാവർക്കും വരുമെന്നാണ്. അത് മാത്രമല്ല ആദ്യമായിട്ട് ഈ മാർക്കിങ് വരുന്നത് ഒരു ഹാഷ്ട്രാക്കൊന്നും അല്ല, ഒരു സാധാരണ ഡീമൺ സ്ലെയറിനാണ് നമ്മുടെ താൻജറോയ്ക്ക്. അത് എങ്ങനെയാണ് വന്നതെന്ന് അവന് പോലും അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന 2 ഹാഷ്ട്രാസിനും ഈ മാർക്കിങ് വന്നിട്ടുണ്ട്, മിത്സൂരി അതുപോലെ തന്നെ മുയിച്ചിറോ. ഈ മാർക്കിങ് എങ്ങനെയാണ് വന്നതെന്ന് നിങ്ങൾക്കൊന്ന് വിശദീകരിച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുവാണ് നമ്മുടെ അമ്മ. ഇതൊക്കെ കേട്ടാ നമ്മുടെ മിത്സൂരി പറയുകയാണ് ഞാൻ പറയാം എനിക്ക് നല്ല രീതിയിൽ ഓർമ്മയുണ്ടെന്ന്. ആ മാർക്ക് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ശരീരമൊക്കെ ലൈറ്റ് വെയിറ്റ് പോലാണ് എനിക്ക് തോന്നിയത്. എൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ വളരെയധികം സ്പീഡിൽ ബടബടപടാന്ന് അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതുമാത്രമല്ല ഞാൻ വാൾ വീശുന്ന സമയത്ത് എനിക്ക് ആ വാളിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാമായിരുന്നെന്ന് പറഞ്ഞ് ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മിത്സൂരി. കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എല്ലാവരും നമ്മുടെ മിത്സൂരിയെ തന്നെ നോക്കിയിരിക്കുകയാണ്. അവൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ആർക്കും മനസ്സിലായില്ലെന്ന് മനസ്സിലായി, അതുകൊണ്ട് തന്നെ അവൾ സോറി ചോദിക്കുകയാണ്. പറയുന്നത് നമ്മുടെ മുയിച്ചിറോ ആണ്. കഴിഞ്ഞ ഫൈറ്റിലാണെങ്കിൽ എന്നെ ഒരു പോയിസണുള്ള ഒരു വാട്ടറിൽ പെടുത്തി അവിടെ വെച്ച് ഞാൻ എൻ്റെ
അഥവാ ബ്രീത്തിങ് ടെക്നിക്കൊക്കെ യൂസ് ചെയ്തിട്ട് ആ പോയിസൺ എൻ്റെ ശരീരത്തിൽ കയറാതിരിക്കാൻ ഞാൻ ശ്രമിച്ചു. ഇതേ സമയമായിരുന്നു ഒരു കുട്ടി സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചത്. ഇതേ സമയം തന്നെ എൻ്റെ പഴയകാലത്തുള്ള ഓർമ്മകളൊക്കെ എനിക്ക് തിരിച്ചു വന്നു. കണ്ടപ്പോഴത്തേന് എനിക്ക് വളരെയധികം ദേഷ്യം വന്നു. അതേ സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നു 1 മിനിറ്റിൽ 200 തവണയെങ്കിലും എൻ്റെ ഹാർട്ട് ഇടിച്ച് കാണും. അതുമാത്രമല്ല എൻ്റെ ബോഡി ടെമ്പറേച്ചർ വളരെയധികം കൂടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പണ്ട് എനിക്ക് പനി വന്ന സമയത്തുള്ളതുപോലെ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ടെമ്പറേച്ചർ. കേട്ട് നമ്മുടെ ജനമി ചോദിക്കുകയാണ്, ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യമാണോ നീ ഉദാഹരണമായിട്ടൊക്കെ പറയുന്നത്? സിമ്പിളായിട്ട് കാണുന്നവർക്ക് എല്ലാ കാര്യങ്ങളും സിമ്പിളായിട്ട് തോന്നുവോളെന്ന് നമ്മുടെ ജിയോ പറയുകയാണ്. ഇതൊക്കെ കേട്ട് നമ്മുടെ ജനമിക്ക് വളരെ രീതിയിൽ ദേഷ്യം വരുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ മിത്സുരി ചോദിക്കുവാണ്, എല്ലാ ഹാഷ്റാസിന്റെ ലക്ഷ്യവും ഇനി ആ മാർക്കിംഗ് വരുത്താനാണോ എന്ന്. ഇതേ സമയം തന്നെ ലേഡി അമ്മയോ പറയുകയാണ്, അതിനുവേണ്ടി ഒരു ട്രെയിനിങ് നടത്തുന്ന കാര്യമാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാനിരിക്കുന്നത്. അവരുള്ളിലും ഈ മാർക്കിംഗ് ഒളിഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ എങ്ങനെങ്കിലും കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവുകയാണ്. മാർക്കിംഗ് ഇല്ലാത്തവർ എങ്ങനെയാണ് മാർക്കിംഗ് വരുന്നതെന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് മറ്റുള്ള ആശ്രാസ്. ലേഡി അമ്മ ഇവിടുന്ന് പോയില്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് പോവുക എന്ന് പറഞ്ഞ് നമ്മുടെ ജിയോ അവിടെ നിന്ന് എഴുതേക്കുവാണ്. ഇതൊക്കെ കണ്ട നമ്മുടെ സനമി പറയുകയാണ്, എടാ ജിയോ അവിടെ ഇരിക്കുക, നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറയുകയാണ്. ഇതൊക്കെ കേട്ട് നമ്മുടെ ജിയോ പറയുകയാണ്, അത് നിങ്ങൾ 6 പേരും കൂടെ അങ്ങ് തീരുമാനിച്ചാൽ പറയും. ഇതേ സമയം തന്നെ ഒബനായി ചോദിക്കുവാണ്, നീ എന്താണ് പറഞ്ഞു വരുന്നത്? നീ ഒരു ഹാഷ് എന്നുള്ള കാര്യം നീ മറന്നു പോകണ്ട. അതുമാത്രമല്ല നീ എന്തുവാ ഒറ്റയ്ക്ക് ഇരുന്ന് ട്രെയിൻ ചെയ്യാൻ പോവാണോ എന്ന് ചോദിക്കുകയാണ്. പക്ഷെ ഇതിനൊന്നും മറുപടി കൊടുക്കാതെ നമ്മുടെ ജിയോ അവിടെ നിന്ന് പോവുകയാണ്. തിരിച്ചു വാ എന്ന് പറയുകയാണ് നമ്മുടെ സെനമി. ഇതേ സമയം തന്നെ നമ്മുടെ ഷിഡു പറയുകയാണ്, നിനക്ക് അങ്ങനെയൊന്നും ഇറങ്ങി പോകാൻ പറ്റത്തില്ല, നിനക്ക് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ ഉണ്ടോ എന്ന് ചോദിക്കുവാണ് നമ്മുടെ ഷിഡു. കേട്ടാ നമ്മുടെ ജിയോ പറയുകയാണ്, എനിക്ക് നിങ്ങളോട് ഇരിക്കാൻ താല്പര്യമൊന്നുമില്ല, ഞാൻ നിങ്ങളെപ്പോലൊന്നും അല്ല എന്ന് പറയുകയാണ്. ഹേ ജിയോ, നീ പറഞ്ഞത് ശരിയായിട്ടില്ല. നീയാണ് വിചാരിച്ചിരിക്കുന്നത് നിന്നെക്കാട്ടിൽ ഒരുപാടധികം താരയാണോ ഞങ്ങളെന്നാണോ? നീ ഇത് ഒരുപാട് തവണ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ് നമ്മുടെ സെനമി. ഇവിടെ ഒരു ഫൈറ്റ് ഉണ്ടാവണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ മിത്സുരി അത് തടയാൻ ശ്രമിക്കുകയാണ്. ഇതേ സമയം തന്നെ ഒന്നും പറയാതെ നമ്മുടെ ജിയോ അതുവഴി നടന്നു പോവുകയാണ്. ഇതൊക്കെ കണ്ട നമ്മുടെ സെനമി പറയുകയാണ്, നീ എന്തേലും പറഞ്ഞിട്ട് പോടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജിയോന്റെ അടുത്തോട്ട് ഓടുകയാണ്. ഇതൊക്കെ കണ്ട് ദേഷ്യം വന്ന സ്റ്റോൺ ഹാഷറ അവിടെ വെച്ച് കയ്യം കൂട്ടുകയാണ്. കൂട്ടുന്ന സമയത്ത് അവിടെയുള്ള എല്ലാവരും വിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ ഭൂമി കുലുക്കം പോലെ വരികയാണ്. എന്നിട്ട് സ്റ്റോൺ ഹാഷറ പറയുകയാണ്, അവിടെ ഇരിക്കുക, ഇതുവരെ മീറ്റിംഗ് കഴിഞ്ഞിട്ടില്ല, എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്. സ്റ്റോൺ ഹാഷറ പറയുകയാണ്. വെച്ചാണ് ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി സീരീസിന്റെ സീസൺ 4ന്റെ അതിലെ ഫസ്റ്റ് എപ്പിസോഡിന്റെ ഫസ്റ്റ് പാർട്ട് തീരുന്നത്. സോ അടുത്ത പാർട്ട് ഞാൻ അടുത്ത ദിവസം ഉറപ്പായിട്ടും തന്നെ ഇട്ടിരിക്കുന്നതായിരിക്കും. സോ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് തന്നേക്കാം. സോ അടുത്ത ദിവസം അടുത്തൊരു എപ്പിസോഡ് വരെ വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ.